ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മളുള്ളത് ദുബായിലുള്ള മറീന ഹയാച്ചിലാണുള്ളത്. ഇവിടെ നിന്ന് നമ്മളൊരു ഈവനിങ് ഒരു ചെറിയ ക്രൂയിസ് ട്രിപ്പ് ഉണ്ട്. 2 hour 3 hour ഒക്കെയുള്ള ചെറിയൊരു ട്രിപ്പ് നടത്താൻ പോവുകയാണ്. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഷിപ്പുകളും ബോട്ട് സർവീസും ഒക്കെ ഉണ്ട്. ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കാനുമായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഒരു 89 ദിർഹം വരുന്ന ഒരു പാക്കേജാണ് എടുത്തിരിക്കുന്നത്. അതിന് തന്നെ ഒരു 2 മണിക്കൂറുണ്ട് വിത്ത് കോംപ്ലിമെൻ്ററി ഡിന്നർ, വെൽക്കം ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ കൂടെ ഇന്നുള്ളത് എൻ്റെ ട്രാവൽ പാർട്ട്ണർ മിസ്റ്റർ രജനീഷ് ഭായ് ആണ്. രജനീഷ് ഭായ്, അപ്പോൾ നമ്മൾ പൊളിക്കാൻ പോവാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒന്ന് സെറ്റപ്പൊക്കെ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഡോർബി ക്രൂയിസ് ഫ്ലോട്ടിംഗ് എന്നുള്ളൊരു കമ്പനിയുടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡോർബി ക്രൂയിസിൻ്റെ ഒരു ഗൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ഇവിടുത്തെ പാക്കേജുകളെക്കുറിച്ച് ആൾ പറഞ്ഞു തരും. അതിൻ്റെ ഡീറ്റെയിൽ നോക്കിയിട്ട് നിങ്ങൾക്കും വരാവുന്നതാണ്. Can you just explain? Guys, how are you? We have good package actually. It's 80 dirham per person, included food, soft drink, water, 3 light show. It's 2 hour cruising. Come to us, you will enjoy. Thank you. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ചെറിയ പ്രൈസ്, വലിയൊരു ഹെവി പ്രൈസ് വരുന്നില്ല. ഈ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന ശേഷം നിങ്ങൾക്കും ഒരു ഈവനിങ് സഫാരി, നൈറ്റ് സഫാരി ഒക്കെ ഇവിടെ ചെയ്യാവുന്നതാണ്. വിത്ത് കോംപ്ലിമെൻ്ററി ഫുഡുണ്ട്, അതുപോലെ വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളിത് ക്രൂയിസിൻ്റെ എൻട്രൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. ക്രൂയിസിലേക്കുള്ള എൻട്രൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യാണ്. ഞാനിപ്പോൾ ജനീഷ് ഭായിയും കൂടെ ഉണ്ട്. നമ്മളിന്ന് നൈറ്റ് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ക്രൂയിസ്. നമ്മളിവിടെ വന്ന ശേഷം ബോർഡിംഗ് പാസ് ഇവിടെ സെക്യൂരിറ്റി അടുത്ത് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് വിടുകയുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പോകാനായിട്ട് പോകുന്ന ക്രൂയിസ്. അപ്പോൾ നമ്മുടെ രജനീഷ് ഭായ് തന്നെ ആദ്യം കാല് വെച്ച് കയറിയാണ്. രജനീഷ് ഭായ് നല്ല ഐശ്വര്യമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ആൾക്കാർ വന്നു തുടങ്ങുന്നുള്ളൂ. ആദ്യമാണ് നമ്മൾ 2 ആളാണ് ആദ്യമായിട്ട് ഇവിടെ കയറുന്നത്. അപ്സ്റ്റെയർ പോടാം. അപ്സ്റ്റെയറിൽ അന്യായ വിധമാണ് കേസ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഈ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കാൻ വെറുതെ ചീപ്പ് ഷോയ്ക്ക് വേണ്ടിയല്ല കേട്ടോ. എനിക്കൊരു ഐ ഇൻഫെക്ഷൻ വന്നു. അപ്പം ലൈറ്റ് കണ്ണിലോട്ട് അടിച്ചാൽ ഭയങ്കര പെയിൻ. അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചീപ്പ് ഷോ ആണെന്ന് വിചാരിക്കില്ലേ. അതുപോലെ തന്നെ പട്ടി ഷോ ആണെന്നാണ് രജനീഷ് ഭായ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പട്ടി ഷോ അല്ല, എൻ്റെ നിവർത്തിയേട് കൊണ്ടാണ് ഞാനത് തെളിയിച്ചത്. എൻ്റെ ഈ കണ്ണിലേക്ക് നോക്കൂ, ചുമന്നിരിക്കുന്നത് കണ്ടില്ലേ? കണ്ണ് ചീഞ്ഞ് പഴുത്തിരിക്കുകയാണ് സാർ. അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വന്നിരിക്കുന്ന ഒരു വീക്കെൻഡാണ്. സാറ്റർഡേ വൈകിട്ട് 6 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ളിൽ ഫോട്ടോഗ്രാഫി സർവീസ് ഉണ്ട്. ഇവർ ഫോട്ടോ എടുത്ത് തരും. രജനീഷ് ഭായ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? നിങ്ങളൊന്ന് ഷെയർ ചെയ്യുമോ നമ്മുടെ വ്യൂവേഴ്സുമായിട്ടൊന്ന്? എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ലതാണ്. ഈവനിങ്ങിൽ എന്താ പറയുക, ക്രൂയിസിന് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ബോട്ടിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്, അതേപോലെ ഇവിടുത്തെ മൊത്തത്തിലുള്ള ആംബിയൻസും ലൈറ്റ്, ആ ഏരിയ ഒക്കെ വളരെ നല്ലതാണ്. നമുക്കിപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിലും വന്ന് ക്രൂസിൽ ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ നല്ല ഫുഡുണ്ട്, വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അപ്പം മൊത്തത്തിൽ അവരുടെ എന്നാ പറയുക സർവീസും നല്ലതാണ്. അപ്പോൾ നമ്മുടെ രജനീഷ് ഭായിക്ക് ഇവിടുത്തെ എല്ലാ ഡീറ്റെയിലും ശരിക്കും പറഞ്ഞാൽ അറിയാം. ദുബായിൽ 10-15 കൊല്ലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വരാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 4 മണിക്ക്, ഈവനിങ് 4 മണിക്ക് ശേഷം വരിക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡേയിലുള്ള ഒരു ബ്യൂട്ടിയും നൈറ്റ് വൈബും നിങ്ങൾക്ക് ഒന്നിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. നൈറ്റ് ഇവിടെ അന്യായ വൈബാണ്, ഒരു രക്ഷയില്ല. അപ്പം അതുപോലെ നിങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വരാനായിട്ട്. ഇവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിലും ഇപ്പം നമ്മളെടുത്ത ആ ഒരു ടൂർ ഓപ്പറേറ്ററുടെ ഡീറ്റെയിലും ആ കമ്പനിയുടെ ഡീറ്റെയിലും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി. ഇവിടെ വന്ന ശേഷം ബാക്കി പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇവിടെ തൊട്ട് ബാക്കിലായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജയൻറ്റ് വീൽ ഇവിടെ ഉണ്ട്.
അപ്പം അത് നമുക്ക് അതിലും കയറാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്രൂയിസ് സഫാരി മാത്രമല്ല, ഒരുപാട് എൻ്റർടൈൻ ചെയ്യാനുള്ള ഫെസിലിറ്റികൾ ഇവിടെയുണ്ട്. ഗൈസ്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും ഏത് രീതിയിലാണ് ഈ ബിൽഡിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടെ പറ്റില്ല, കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ഈ ക്രൂയിസ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പട്ടായ പോയ ഫീലിംഗ് ആണ് ഇവിടെ, കാരണം അതുപോലെ ഒരു നല്ലൊരു വൈബാണ് ശരിക്കും പറഞ്ഞാൽ പട്ടായ അല്ലെങ്കിൽ നമ്മൾ ഗോവയിലൊക്കെ പോകുമ്പം. കാരണം നിറയെ ഇതുപോലെയുള്ള ക്രൂയിസുകളും ചെറിയ ചെറിയ ബോട്ടുകളും സർവീസുകളും ബാക്കിയുള്ള ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഇവിടെ ഒരുപാട് ഇവിടെ ഉണ്ട്. അപ്പോൾ സംഭവം വൈബാണ്, നിങ്ങൾ വന്ന് നോക്കുക. മറീന സ്കൈ കാപ്പേഴ്സ്, മറീന കനാൽ, അതുപോലെ തന്നെ നമ്മുടെ ടിസ്റ്റർ ടവറിൻ്റെ കനാൽ വഴി നമ്മുടെ ഔട്ട്സൈഡ് ജുമേറ ബീച്ച് വഴിയാണ് ഈ ക്രൂയിസ് നമ്മളെ കൊണ്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവരുടെയൊക്കെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും നമുക്ക് കുറച്ച് കൂടുതൽ ആൾക്കാരുടെ റിവ്യൂ കൂടെ കേട്ട് നോക്കാം. കാരണം ഞാൻ തരുന്ന റിവ്യൂ മാത്രം കൊണ്ട് നിങ്ങൾ ഇവിടെ വരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. It's very unbelievable breathtaking experience, especially for my family, because this is actually first time being in this kind of yacht in Dubai for my family, so they are enjoying. Experience is really good. We liked it, and I don't know about the food as of now. We have not tasted it, but I believe it's good. The smell is good. I just smell it. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ ഫുഡ് കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. എന്താണ് ഇവർ നൽകുന്ന ആ കോംപ്ലിമെൻ്ററി ഫുഡ് എന്നുള്ളതോടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സലാഡ്, പല വിധത്തിലുള്ള സലാഡും കാര്യങ്ങളും ഇവിടെ ഉണ്ട് സ്റ്റാർട്ടറായിട്ട്. അതുപോലെ തന്നെ ബിരിയാണി, ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ആണ് വേണ്ടവർക്ക് വെജിറ്റബിൾ. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ രജനീഷ് ഭായിയോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഫുഡ്. രജനീഷ് ഭായി, എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡ് കുഴപ്പമില്ല, നല്ല ഫുഡാണ്. കൂടുതലും വെജിറ്റേറിയൻ ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയും ഉണ്ട്. മോശമില്ലാത്ത ഫുഡാണ്. ഗൈസ്, ഫുഡ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് തീർച്ചയായിട്ടും വർത്താണ് ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്രൂയിസ് സവാരി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. രജനീഷ് ഭായി, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള വർത്ത് അല്ലേ? പൈസക്കുള്ള വർത്തുണ്ട്, കുഴപ്പമില്ല.
ഫാമിലിയായിട്ട് കാണുന്നവരൊക്കെ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്നുള്ള കാര്യം, ആൾക്കാർ എത്രത്തോളം ഇത് എൻജോയ് ചെയ്യുന്നു എന്നുള്ള കാര്യം തന്നെ. അടിപൊളിയായിരുന്നു. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളിവിടെ വാച്ച് ചെയ്യണം, നിങ്ങളിവിടെ വരണം, ഇത് എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് 100% വർത്താണ്. അപ്പം അടുത്തൊരു വ്ളോഗിൽ നമുക്ക് പുതിയൊരു സ്ഥലമായിട്ട് കാണാം. അപ്പോൾ ഗുഡ് ബൈ.